പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മെയ് മാസത്തിൻ്റെ അവസാനത്തോടു കൂടി സ്മാക്ഡൗണ് തിരികെ 2 മണിക്കൂർ ഷോ ആയിട്ട് തന്നെ മാറാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വർഷം ജനുവരി മാസം മുതലാണ് സ്മാക്ഡൗണ് 3 മണിക്കൂറിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ അത് മാറി USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന അമേരിക്കയിൽ ഇപ്പോൾ സ്മാക്ഡൗണ് എയർ ചെയ്യുന്ന ചാനലിൻ്റെ ആവശ്യപ്രകാരം തിരികെ 2 മണിക്കൂറിലേക്ക് തന്നെ ഷോ പോകാൻ ഒരു തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ WWE പുറത്തേക്ക് വിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 മണിക്കൂർ ഷോ 2 മണിക്കൂറാക്കി ചുരുക്കാനുള്ള കാരണം ഈ 3ാമത്തെ മണിക്കൂറിലേക്ക് USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനലിൽ എയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മറ്റൊരു പ്രോഗ്രാം ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ഒരു അവതാരകൻ എന്ന് പറയുന്നത് WWE സൂപ്പർ സ്റ്റാർ ആയിരുന്ന ബ്രോൺ സ്ട്രോമൻ ആണ്. ബ്രോൺ സ്ട്രോമൻ്റെ ഒരു കുക്കിംഗ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതാണ് 3ാമത്തെ മണിക്കൂറായിട്ട് ആ ഒരു സമയത്ത് എയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ WWE സ്മാക്ഡൗൺ എപ്പിസോഡ് തിരികെ 2 മണിക്കൂറിലേക്ക് പോകുന്നു. കൂടാതെ സ്മാക്ഡൗണിൽ നിന്നുള്ള കൂടുതൽ സൂപ്പർ സ്റ്റാർസിനെയാണ് ഈ ആഴ്ച WWE റിലീസ് ചെയ്തതിൽ കൂടുതൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അപ്പോൾ തിരികെ 2 മണിക്കൂറിലേക്ക് പോകുന്ന ഈ സ്മാക്ഡൗണിലേക്ക് ഇനി കൂടുതൽ താരങ്ങളെ നിലനിർത്തേണ്ടതില്ല എന്നുള്ളതും ഈ പുറത്താക്കലിന് പിറകിലെ മറ്റൊരു കാരണം കൂടിയായിരുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE സൂപ്പർ സ്റ്റാർ ആയിരുന്ന അലിസ്റ്റർ ബ്ലാക്കിനെ സംബന്ധിച്ചാണ്. മുൻ NXT ചാമ്പ്യൻ കൂടിയായിരുന്ന താരം AEWയിൽ നിന്ന് WWEയിലേക്ക് റിട്ടേൺ ചെയ്തപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സ്മാക്ഡൗണിൽ അലിസ്റ്റർ ബ്ലാക്കിന് നല്ല സ്റ്റോറി ലൈനുകൾ അവർ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചാമ്പ്യൻഷിപ്പ് തലത്തിലേക്ക് അലിസ്റ്റർ ബ്ലാക്കിനെ ബുക്ക് ചെയ്യാനോ ക്രിയേറ്റീവ് ടീമിന് ഒരിക്കലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം മുൻപുള്ള പുറത്താക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ നമ്മളെ ഞെട്ടിപ്പിച്ച ഏറ്റവും വലിയൊരു പേരും അലിസ്റ്റർ ബ്ലാക്കിൻ്റേത് തന്നെയായിരുന്നു. അപ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യത്തിന് ആദ്യം പുറത്തേക്ക് വന്നൊരു റൂമർ എന്ന് പറയുന്നത് AEWയിലേക്ക് തിരികെ പോകും എന്നാണ്. എന്നാൽ നിലവിൽ വരുന്ന വാർത്ത അലിസ്റ്റർ ബ്ലാക്കിന് അത്ര സുഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല. AEWയിലേക്ക് അലിസ്റ്റർ ബ്ലാക്ക് തിരികെ പോകുന്നതിനോട് പോസിറ്റീവായിട്ടല്ല അവിടുത്തെ റെസ്ലേഴ്സും സ്റ്റാഫും പ്രതികരിക്കുന്നത് എന്നാണ് നിലവിൽ റെസ്ലിംഗ് ഒബ്സർവറുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ ഡേവ് മെൽസർ സംസാരിച്ച കുറച്ച് AEW കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സ് ഒന്നും അലിസ്റ്റർ ബ്ലാക്ക് തിരികെ AEWയിലേക്ക് വരുന്നതിനോട് അത്ര ഒരു പോസിറ്റീവായിട്ട് യാതൊരുവിധ അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നും അലിസ്റ്റർ ബ്ലാക്ക് തിരികെ വന്നാൽ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുമെന്നുള്ള രീതിയിലുമാണ് അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് എന്നും റെസ്ലിംഗ് ഒബ്സർവറുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അലിസ്റ്റർ ബ്ലാക്ക് AEW വിടാനുള്ള ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ചിന് കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല AEWയിൽ അദ്ദേഹം പരാജയപ്പെടാനും ഇനി പരാജയപ്പെട്ടാൽ തന്നെ അത് പിൻഫോളിലൂടെ പരാജയപ്പെടാതിരിക്കാനും അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ക്രിയേറ്റീവ് തലത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആകുന്ന അലിസ്റ്റർ ബ്ലാക്ക് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടാണ് WWEയിലേക്ക് വന്നത്. പക്ഷേ ഇവിടെയും സക്സസ് ആകാൻ അദ്ദേഹത്തിന് ഈ ഒരു വരവിൽ സാധിച്ചില്ല. അപ്പോൾ തിരികെ AEWയിലേക്ക് അലിസ്റ്റർ ബ്ലാക്ക് പോയാലും അവിടെ വേണ്ടത്ര സ്വീകാര്യത പണ്ടത്തെ പോലെ കിട്ടില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. 3ാമത്തെ അപ്ഡേറ്റ് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന് പറയുന്ന ടാഗ് ടീമിനെ സംബന്ധിച്ചാണ്. WWE മുൻ ടാഗ് ടീം ചാമ്പ്യന്മാർ കൂടിയായ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ പുറത്താക്കിയ ഒരു വാർത്ത നമ്മളെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഇവരുടെ പ്രായം കണക്കിലെടുക്കുമ്പോൾ ഇവരുടെ ഒരു ഏകദേശം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇവർ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ WWEയിൽ കുറച്ചും കൂടി ഒരു ലോങ് റണ്ണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും പുറത്താക്കാം എന്നുള്ള തീരുമാനമാണ് കമ്പനി എടുത്തത്. മറ്റൊരു സിറ്റി മെഷീൻ ഗൺസിൻ്റെ ഭാവി ഇനി എന്ത് എന്നുള്ളതാണ് പല കൂട്ടുകാരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. TNA റെസ്ലിംഗിലേക്ക് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് തിരികെ പോകും എന്നത് പ്രതീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു വാർത്തയല്ല നിലവിൽ പുറത്തേക്ക് വരുന്നത്. TNA റെസ്ലിംഗിലെ തന്നെ റെസ്ലേഴ്സ് ഇപ്പോൾ കരുതുന്നത് ഇവർ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തും എന്നാണ്. AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ വക്കീൽ വരെ എത്തി നിൽക്കുമ്പോഴാണ് നല്ലൊരു കോൺട്രാക്റ്റ് നല്ലൊരു പൈസ കൊടുത്ത് WWE MCMG എന്ന് പറയുന്ന മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ WWE കൂടാരത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകാൻ സാധിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും വേണ്ട ഒരു നല്ല മത്സരങ്ങൾ കളിക്കാൻ പോലുമുള്ള ഒരു സമയം മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിന് മെയിൻ റോസ്റ്ററിലോ സ്മാക്ഡൗണിലോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് AEWയിലേക്ക് പോകുമെന്നുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 4ാമത്തെ അപ്ഡേറ്റ് റെസ്ലിംഗ് ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ചിനെ സംബന്ധിച്ചാണ്.
നിലവിലൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് റസൽമീനിയ 42 മുൻപ് കമ്പനി വിടാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എന്നും ഇത് ഒരു ചർച്ചാ വിഷയമായിട്ട് റസൽമീനിയ 42 ഒരു ഡിസ്കഷൻസിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു എന്നുള്ളതും റസ്ലിംഗ് ഒബ്സർവർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതായത് റസൽമീനിയ 42 സ്റ്റോറി ലൈനുകളിൽ TKO ഡയറക്റ്റ് ഇടപെട്ടതും അവരുടേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് നടത്തിയതും ട്രിപ്പിൾ എച്ചിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കമ്പനി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആരാധകരുടെ ഒരു അഭിപ്രായം മനസ്സിലെടുത്തുകൊണ്ട്, ആരാധകരുടെ ഒരു ആവശ്യം മനസ്സിലെടുത്തുകൊണ്ട് ഈ TKO അവർ ഈ സ്റ്റോറി ലൈനുകളിൽ ഇൻവോൾവ് ആകാമെന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് പിറകിലേക്ക് വന്നപ്പോൾ ട്രിപ്പിൾ എച്ച് ആണെങ്കിൽ അദ്ദേഹം പുതിയൊരു കോൺട്രാക്റ്റും കൂടി സൈൻ ചെയ്ത് കമ്പനിയിൽ തുടരാമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എടുക്കുകയും ചെയ്തു. നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രിപ്പിൾ എച്ച് ഒരു പുതിയ കോൺട്രാക്റ്റ് WWE സൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആണ്. നല്ലൊരു സാലറിയൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം കുറച്ച് വർഷങ്ങളിൽ കൂടി ഇതേ ഒരു റോളിൽ തന്നെ മുന്നോട്ടേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം കമ്പനി വിടാനുള്ള ഒരു ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ TKO ട്രിപ്പിൾ എച്ചിന് തന്നെ ഫുൾ കൺട്രോൾ കൊടുത്തിട്ട് മാറി നിൽക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോഴാണ് ട്രിപ്പിൾ എച്ച് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് കമ്പനിയിൽ തുടരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ അപ്ഡേറ്റ്, എന്തുകൊണ്ടാണ് കബൂക്കി വാരിയേഴ്സിലെ അംഗമായ ഖൈറി സെയിനെ WWE റിലീസ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ പുറത്താക്കപ്പെട്ട 20-ലധികം റെസ്ലേഴ്സ് ആ ഒരു ലിസ്റ്റിൽ എല്ലാവരും വളരെ സർപ്രൈസോട് കൂടിയിട്ട്, വളരെ ഞെട്ടലോട് കൂടിയിട്ട്, വളരെ ഒരു എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നോക്കിയ ഒരു പേരുണ്ടെങ്കിൽ അത് ഖൈറി സെയിൻ എന്ന് പറയുന്ന കബൂക്കി വാരിയേഴ്സ് ടീം അംഗത്തിൻ്റെ പേര് തന്നെയായിരിക്കും. കാരണം ഇതിന് മുൻപത്തെ റോ എപ്പിസോഡിൽ മത്സരമുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട്, കൃത്യമായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറാണെങ്കിൽ ആരാധകർക്കിടയിൽ നല്ലതുപോലെ ക്ലിക്കായിട്ടുണ്ട്. എപ്പോഴും ഒരു ആരാധക പിന്തുണ ഈ ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്നു, ആ സ്റ്റോറിക്ക് കിട്ടുന്നു. അങ്ങനെ കൃത്യമായി നല്ലൊരു ഫോളോ അപ്പ് കിട്ടുന്ന ഒരു സ്റ്റോറി ചെയ്തു വരുന്ന റെസ്ലറിനെ 2 ദിവസം കൊണ്ട് പുറത്താക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കമ്പനി എത്തിയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത്. അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഖൈറി സെയിൻ എന്ന് പറയുന്ന റെസ്ലർ ഒരു ജാപ്പനീസ് ബാക്ക്ഗ്രൗണ്ടുള്ള റെസ്ലറാണ്. ഈ റെസ്ലറാണെങ്കിൽ മാസത്തിൽ 1-2 തവണ ജപ്പാനിലേക്ക് പോയി അവിടെ സമയം ചിലവഴിക്കാറുണ്ട്, അവിടെ വീട്ടിലൊക്കെ പോയി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനിലേക്ക് പെർമനൻ്റ്ലി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകാൻ ഖൈറി സെയിൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ WWE ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത അന്ന് മുതൽക്കേ മാസത്തിൽ 1-2 തവണ ജപ്പാനിലേക്ക് പോകുന്ന ഒരു പതിവ് ഖൈറി സെയിനുള്ളതാണ്. അപ്പോൾ ഇനി ഈ താരത്തെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഖൈറി സെയിനെ പുറത്താക്കാമെന്നുള്ള ഒരു തീരുമാനം WWE ഹയർ ഒഫീഷ്യൽസ്, അതായത് ട്രിപ്പിൾ എച്ച്, നിക് ഗാനി, TKO തുടങ്ങിയവരൊക്കെ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പെർമനൻ്റ്ലി ജപ്പാനിലേക്ക് ഷിഫ്റ്റ് ആകാൻ ഇരുന്ന ഖൈറി സെയിനെ പെട്ടെന്ന് പുറത്താക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കമ്പനി എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറാമത്തെ അപ്ഡേറ്റ് സാന്റോസ് എസ്കോബാർ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. WWE പുറത്താക്കിയ റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ കൂടിയായിരുന്നു സാന്റോസ് എസ്കോബാർ. സാന്റോസ് എസ്കോബാർ നിലവിൽ ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയിലാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മത്സരത്തിനിടയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും ഇപ്പോൾ സർജറിക്ക് വിധേയനാകേണ്ടി വരുന്നതുമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഏറ്റവും അവസാനമായി സാന്റോസിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിനുശേഷം പുറത്തേക്ക് വന്ന വാർത്ത 2 ദിവസം മുൻപത്തേതായിരുന്നു. സാന്റോസിനെ കമ്പനി റിലീസ് ചെയ്യാനുള്ള ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്ന്, കമ്പനി പുറത്താക്കിയെന്ന്. സാന്റോസ് WWE വിടാൻ കുറേയധികം മാസങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ കോൺട്രാക്റ്റിലെങ്കിലും അദ്ദേഹം അന്ന് കൈകൊടുത്തത് അദ്ദേഹത്തിന് നല്ലൊരു പരിഗണന കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു. അന്ന് കമ്പനി വിടാൻ തീരുമാനിച്ചപ്പോൾ സാന്റോസ് എസ്കോബാർ മെക്സിക്കൻ കമ്പനിയായ CMLL എന്ന് പറയുന്ന കമ്പനി, CMLL എന്ന് പറയുന്ന കമ്പനിയിലുമായിട്ടൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ WWE കുറച്ചും കൂടി പരിഗണന കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയത് കൊണ്ട് തന്നെ കമ്പനിയിൽ തുടരാമെന്നുള്ള ഒരു തീരുമാനം സാന്റോസ് എസ്കോബാർ എടുത്തു. പക്ഷേ ഇപ്പോൾ ഇതാ കമ്പനി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമാണ് ഈ റസൽമീനിയ 42 ശേഷം കൈക്കൊണ്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും സാന്റോസ് എസ്കോബാർ CMLL എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട് എന്നും ഈ മെക്സിക്കൻ കമ്പനിയിലേക്ക് സാന്റോസ് എസ്കോബാർ ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് അവരുടെ റോസ്റ്ററിൻ്റെ ഭാഗമായേക്കും എന്നുള്ളൊരു വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഈ CMLL എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് AEWയുമായി പാർട്ണർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ AEWയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാന്റോസ് എസ്കോബാറിന് ഈ ഒരു മെക്സിക്കൻ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ മാത്രം മതി. ഡയറക്റ്റ് AEWയിലേക്ക്
പോകാതെ അദ്ദേഹത്തിന് മെക്സിക്കനിൽ നിന്ന് തന്നെ മത്സരിക്കാനും അവിടെ സ്റ്റോറി ചെയ്യാനും അവിടെ ചാമ്പ്യനൊക്കെ ആകാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്തയും സാന്റോസ് എസ്കോബാറിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പുറത്താക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ സങ്കടം നൽകുന്ന ഒരു വാർത്തയും സാന്റോസ് എസ്കോബാറിൻ്റെ കേസ് തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഷോൾഡറിന് പരിക്ക് പറ്റിയിട്ട് അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കുന്ന സർജറിക്കൊക്കെ വിധേയനായിട്ട് മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് താരം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കമ്പനി അദ്ദേഹത്തെ പുറത്താക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കും എത്തിയത്. എന്താണല്ലേ ഒരു റെസ്ലറുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 7ാമത്തെ അപ്ഡേറ്റ് മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന സ്റ്റെഫനി വെക്കേറിനെ സംബന്ധിച്ചാണ്. ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ സ്റ്റെഫനി വെക്കേറിനെ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറി ഉള്ളതുപോലെ ഒരു ബാക്ക് സ്റ്റേജ് അറ്റാക്ക് നടത്തിയിട്ട് മാറ്റി നിർത്തുകയുണ്ടായി. ജഡ്ജ്മെൻറ്റിൻ്റെ ടീമാണ് ആ ഒരു ആക്രമണത്തിൽ പിറകിൽ എന്നുള്ളതും അവർ വളരെ കൃത്യമായി ക്ലിയർ ആയിട്ട് കാണിച്ചതാണ്. അപ്പോൾ സ്റ്റെഫനി വെക്കേറിനെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം എടുത്തത് ചെറിയ രീതിയിൽ സ്റ്റെഫനി വെക്കേറിന് ചെറിയ രീതിയിലെങ്കിലും ഒരു റിയൽ ഇഞ്ചുറി നേരിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ റിയൽ ഇഞ്ചുറി ഉള്ളത് കൊണ്ടാണ്. കൂടാതെ സ്റ്റെഫനി വെക്കേറിന് മാത്രമല്ല ലിവ് മോർഗനും ചെറിയ രീതിയിൽ നെറ്റിയിലൊക്കെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റെസ്ൽമേനിയ 42 വെറും 6-7 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടത്തിയത്. നമ്മൾ ആരംഭിച്ച ഉടനെ തന്നെ അവസാനിക്കുന്ന അപൂർവം ചില വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ഒന്നായിട്ടാണ് സ്റ്റെഫനി വെക്കേറും ലിവ് മോർഗനും തമ്മിലുള്ള മത്സരം കണ്ടത്. യഥാർത്ഥ പ്ലാൻ പ്രകാരം കുറേയധികം മിനിറ്റുകൾ ഇതിനേക്കാൾ മുകളിൽ ആ മത്സരം പോകേണ്ടതായിരുന്നു. പക്ഷേ സ്റ്റെഫനി വെക്കേറിന് ചെറിയ രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നു. ലിവ് മോർഗൻ്റെ നെറ്റിയിലും പരിക്കുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ആ ഒരു മത്സരം തന്നെ അവർ വെട്ടി കുറച്ചത്. ഇതേ തുടർന്നാണ് സ്റ്റെഫനി വെക്കേറിനെ ഇപ്പോൾ റോ എപ്പിസോഡിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനവും എടുത്തിട്ടുള്ളത്. നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് 2 ആഴ്ചയെങ്കിലും സ്റ്റെഫനി വെക്കേറിനെ മാറി നിൽക്കേണ്ടി വരും. 2 ആഴ്ച കൂടാനേ സാധ്യതയുള്ളൂ എന്നുള്ളൊരു വാർത്തയും നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ബാക്ക്ലാഷ് സൃഷ്ടിച്ചിട്ടുള്ള വലിയ നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകിയിട്ടുള്ള ഒരു വാർത്തയെ സംബന്ധിച്ചാണ്. WWE സ്റ്റോറി ലൈനുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് AI ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നിലവിൽ TKO ചെയർമാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. TKO കമ്പനി നമുക്കറിയാം WWE പേരൻറ്റ് കമ്പനിയാണ്. WWE എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് TKO ആണ്. അപ്പോൾ TKO ചെയർമാൻ തന്നെ ഇതൊരു മീഡിയ കോൺഫറൻസിലൂടെ ഇന്നലെ പുറത്തേക്ക് വിടണം എന്നുണ്ടെങ്കിൽ ഇത് സത്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. നിഗ്ഗാനും ട്രിപ്പിൾ എച്ചും AI സപ്പോർട്ടോട് കൂടിയിട്ട് സ്റ്റോറി ലൈനുകൾ തയ്യാറാക്കാറുണ്ട് എന്നും WWE എങ്ങോട്ടൊക്കെ ടൂർ നടത്തണം എന്നുള്ളത് AIയിലൂടെ തീരുമാനിക്കാറുണ്ട് എന്നും വരുമാനം എങ്ങനെയൊക്കെ കൂട്ടാൻ സാധിക്കുമെന്നുള്ള ഐഡിയകളും AI ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതും TKO വെളിപ്പെടുത്തുകയുണ്ടായി. UFCയിലെ ഫൈറ്റേഴ്സിൻ്റെ റാങ്ക് പോലും AIയുടെ ഒരു മെസ്സേജ് അനുസരിച്ചാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ളതും TKO ചെയർമാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരാധകർക്കിടയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് AI ഉപയോഗിച്ചുകൊണ്ടാണോ ChatGPT, Gemini തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണോ WWE സ്റ്റോറി ലൈനുകൾ തയ്യാറാക്കുന്നത് എന്നുള്ള തരത്തിൽ ചില തമാശ രൂപേണയുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ TKO തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. AI ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റോറി ലൈനുകൾ WWE ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു. AI ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോറി ലൈനുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ക്രിയേറ്റീവ് ടീമിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 9ാമത്തെ അപ്ഡേറ്റ് WWEയുടെ റോ ആഫ്റ്റർ മേനിയ എന്ന് പറയുന്ന WWE റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറിയതിന് ശേഷം റോ ചരിത്രത്തിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച 4ാമത്തെ റേറ്റിംഗ് ആണ് ഈ വർഷത്തെ റെസ്ൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോമൻ റെയിൻസ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയതും റോ ആഫ്റ്റർ മാനിയ എന്നുള്ളൊരു പ്രത്യേകത കൊണ്ടും 3.3 മില്യൺ വ്യൂവേഴ്സാണ് ഗ്ലോബലി റോ എപ്പിസോഡിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിനും ഏകദേശം ഒരു 3 മില്യൺ വ്യൂവർഷിപ്പ് എങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. റോമൻ റെയിൻസ് തിരികെ വേൾഡ് ചാമ്പ്യൻ ആയത് ആരാധകർക്കിടയിൽ WWE ഷോസ് കാണാനുള്ള ഒരു ആഗ്രഹം പിന്നെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലതുപോലെ സ്റ്റോറി ലൈനുകൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. നല്ലതുപോലെ എന്ന് പറയുമ്പോൾ നല്ല റെസ്ലേഴ്സ് നല്ല സ്റ്റോറി ലൈനുകൾ അവർ എന്തായാലും തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്താൽ റേറ്റിംഗ്സ് ഇനിയും ഉയരുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ NXT വീക്ക്ലി എപ്പിസോഡിലൂടെ മുൻ IWGP വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ഈവിൾ എന്ന് പറയുന്ന റെസ്ലർ NXT ബ്രാൻഡിന് വേണ്ടിയിട്ട് ഡെബ്യൂ നടത്തിയിരിക്കുന്നു. NXT ചാമ്പ്യനായ ടോണി ഡി ഏഞ്ചലേക്ക് മുൻപിൽ വളരെ സർപ്രൈസ് ആയിട്ട് ഒരു ടീഷർട്ട് സമ്മാനിച്ചു പോയ ഈവിൾ അദ്ദേഹത്തിൻ്റെ റിംഗ് നെയിമോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു ചെകുത്താന് സമാനമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഈവിളിന് കൊടുത്തിട്ടുള്ളത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലും ഓൾമോസ്റ്റ് ഇതേ ക്യാരക്ടർ തന്നെയായിരുന്നു. ഇരുട്ടിലൂടെ
വരുന്ന ഒരു റെസ്ലർ എന്നുള്ള ഒരു പ്രത്യേകതയായിരുന്നു ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലും. അതേ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും റിംഗ് നെയിമിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. NXT വീണ്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള പ്രതാപത്തിലേക്ക് തിരികെ പോകാൻ വേണ്ടി പുതിയ താരങ്ങളെയൊക്കെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് NXTയിലും WWE മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ആദ്യ സ്റ്റെപ്പാണെന്ന് വിചാരിക്കുന്നു. തലമുറയിലെ താരങ്ങൾ ഇനി ഉടനെ കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.